എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയാതെ നാം അലഞ്ഞുതിരിയുന്നത്? എന്തുകൊണ്ടാണ് രോഗങ്ങളും ദുഃഖങ്ങളും നമ്മെ വിട്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹം കുറഞ്ഞു വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം എഡ്ഗാർ കേസിയുടെ ബോധനങ്ങളിൽ അതിശയകരമായ ഉത്തരങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ മറന്നുപോയതാണ് കാരണം. എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, പുറത്തല്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് രോഗങ്ങൾക്ക് കാരണം. സ്നേഹത്തിൻ്റെ അഭാവമാണ് ബന്ധങ്ങളിലെ വിള്ളലിന് കാരണം. അഹങ്കാരമാണ് സമാധാനം നഷ്ടപ്പെടാൻ കാരണം. പക്ഷേ ഇവയെല്ലാം മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആണ്. ഇനി നമുക്ക് ആ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദമായി പഠിക്കാം. എഡ്ഗാർ കേസി പറഞ്ഞ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങൾ രോഗം വരുമെന്ന് വിശ്വസിച്ചാൽ രോഗം വരും. നിങ്ങൾ രോഗം മാറുമെന്ന് വിശ്വസിച്ചാൽ അത് മാറും. ഇത് വളരെ ലളിതമായൊരു സത്യമാണ്. പക്ഷെ നമ്മളിൽ മിക്കവരും ഇത് മറന്നുപോയിരിക്കുന്നു. നമ്മൾ ഭയപ്പെടുന്നു. ഭയം നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുന്നു. എന്നാൽ എഡ്ഗാർ കേസി പറയുന്നു, ഭയത്തെ ജയിക്കുക, വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക. എങ്ങനെ? ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്നു. എനിക്കൊന്നിനെയും ഭയമില്ല. ദൈവം എന്നോടൊപ്പമുണ്ട്. അവൻ എന്നെ നയിക്കും. ഈ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ശക്തി ഉണരും. ആ ശക്തി നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന ബോധനം, പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളുടെ ആവർത്തനമല്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തോടുള്ള സംഭാഷണമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം ചോദിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിശാലമാകും. ആ വിശാലതയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അവന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ഉത്തരം കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അവൻ പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, ഇനി 1 മാസം എല്ലാ ദിവസവും ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിനക്ക് വേണ്ടി ചോദിക്കുക. അവൻ അങ്ങനെ ചെയ്തു. 1 മാസത്തിന് ശേഷം അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അത്ഭുതമല്ലേ? പക്ഷേ അത് അത്ഭുതമല്ല, അത് ആത്മീയ നിയമമാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കപ്പെടും. ഇതാണ് ദൈവിക നിയമം. ഇതാണ് കർമ്മത്തിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ നമുക്ക് കർമ്മത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാം. എഡ്ഗാർ കേസി പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ ഭാവി ജന്മങ്ങളെ നിർണ്ണയിക്കും. ഇതൊരു ശിക്ഷയല്ല, മറിച്ച് ഒരു പഠന പ്രക്രിയയാണ്. ഓരോ പ്രവൃത്തിയും വിത്ത് പോലെയാണ്. നിങ്ങൾ ഏത് വിത്താണോ വിതയ്ക്കുന്നത് അതേ വിള ഞാൻ കൊയ്യും. നിങ്ങൾ സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചാൽ സ്നേഹം കൊയ്യും. നിങ്ങൾ ദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ചാൽ ദ്വേഷം കൊയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധിക്കുക. ഓരോ വാക്കും ശ്രദ്ധിക്കുക. ഓരോ ചിന്തയും ശ്രദ്ധിക്കുക. കാരണം ഇവയെല്ലാം ഊർജമാണ്. ആ ഊർജം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇത് ശാസ്ത്രീയമായും സത്യമാണ്. ന്യൂട്ടൻ്റെ 3-ാം നിയമം പറയുന്നു, ഓരോ പ്രവൃത്തിക്കും തുല്യമായ പ്രതിപ്രവർത്തനമുണ്ട്. അതേ നിയമമാണ് ആത്മീയ ലോകത്തും. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ കള്ളം പറയില്ല, കാരണം അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങൾ ആരെയും വേദനിപ്പിക്കില്ല, കാരണം ആ വേദന നിങ്ങൾക്ക് തിരികെ ലഭിക്കും. പകരം നിങ്ങൾ സത്യം പറയും, സ്നേഹിക്കും, സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് സത്യവും സ്നേഹവും സഹായവും ലഭിക്കും. ഇതാണ് യഥാർത്ഥ ജീവിത വിജയത്തിൻ്റെ രഹസ്യം. ഇപ്പോൾ എഡ്ഗാർ കേസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ബോധനം, ആരോഗ്യം. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ക്ഷേത്രമാണ്. അതിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് നിങ്ങൾ അറിയണം. ആദ്യം ഭക്ഷണം. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുക. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. കുറച്ച് മാംസം കഴിക്കുക. കാരണം മാംസത്തിൽ മൃഗങ്ങളുടെ ഭയത്തിൻ്റെയും വേദനയുടെയും ഊർജ്ജമടങ്ങിയിരിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും. രണ്ടാമത്, വ്യായാമം. എല്ലാ ദിവസവും കുറച്ച് വ്യായാമം ചെയ്യുക. നടത്തം, യോഗ, നീന്തൽ, എന്തും ശരീരം ചലിപ്പിക്കുമ്പോൾ ഊർജ്ജമൊഴുകുന്നു. ആ ഊർജ്ജപ്രവാഹം രോഗങ്ങളെ അകറ്റുന്നു. മൂന്നാമത്, ശ്വസനം. ആഴത്തിലുള്ള ശ്വസനം ശീലമാക്കുക. രാവിലെയും വൈകുന്നേരവും 10 ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ഇത് ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. നാലാമത്, വിശ്രമം. എല്ലാ രാത്രിയും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ഉറക്കത്തിലാണ് നിങ്ങളുടെ ശരീരം തകരാറുകൾ നന്നാക്കുന്നത്. ഉറക്കം കുറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അഞ്ചാമത്, ചിന്തകൾ. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക.
അതിനായി നിങ്ങൾ പോസിറ്റീവ് പുസ്തകങ്ങൾ വായിക്കുക. നല്ല ആളുകളുടെ സഹവാസം തേടുക, പ്രചോദനാത്മകമായ വീഡിയോകൾ കാണുക. ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിനെ നല്ല ദിശയിലേക്ക് നയിക്കും. ഈ 5 കാര്യങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വളരെ കുറയും, ആയുർദൈർഘ്യം വർദ്ധിക്കും, ജീവിതത്തിൽ കൂടുതൽ ഊർജവും ഉത്സാഹവും അനുഭവപ്പെടും. ഇത് എഡ്ഗാർ കേസിയുടെ ആരോഗ്യ സന്ദേശമാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള ബോധനങ്ങളിലേക്ക് കടക്കാം. ബന്ധങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? അദ്ദേഹം പറയുന്നു, ബന്ധങ്ങൾ പരാജയപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിരാശയുണ്ടാകും, നിരാശയുണ്ടാകുമ്പോൾ ദേഷ്യം വരും, ദേഷ്യം വരുമ്പോൾ ബന്ധം തകരും. എങ്ങനെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താം? വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക. നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കരുത്, അവളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. പകരം നിങ്ങൾ അവർക്ക് എന്ത് കൊടുക്കുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഇതാണ് പ്രണയത്തിൻ്റെ നിയമം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലൊരു ദമ്പതികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അവർക്ക് വഴക്ക് പതിവായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ല, ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അദ്ദേഹം പറഞ്ഞു, ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒരു നല്ല ഗുണത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് അവരോട് പറയുക. വൈകുന്നേരം വീണ്ടും മറ്റൊരു ഗുണം പറയുക. 1 മാസം ഇത് ചെയ്യുക. അവർ അങ്ങനെ ചെയ്തു. 1 മാസത്തിന് ശേഷം അവർക്ക് പരസ്പരം പുതിയ കണ്ണുകളിൽ കാണാൻ തുടങ്ങി. അവരുടെ ബന്ധം മെച്ചപ്പെട്ടു. ഇത് വളരെ ലളിതമായൊരു പ്രയോഗമാണ്, പക്ഷേ അത് പ്രവർത്തിക്കുന്നു. കാരണം അത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ദിശയിലേക്ക് മാറ്റുന്നു. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ദുഃഖം, പക്ഷേ നമ്മൾ അവരുടെ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ മനസ്സ് നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് കൂടുതൽ വളരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ജീവിത നുറുങ്ങുകളിലേക്ക് കടക്കാം. എഡ്ഗാർ കേസി ദിവസവും എങ്ങനെ ജീവിച്ചു? അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ ഇതായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ആദ്യം കുറച്ചു ധ്യാനം, പിന്നീട് പ്രാർത്ഥന, പിന്നീട് ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ, പിന്നീട് ലഘുവായ ഭക്ഷണം, പിന്നീട് തൻ്റെ വായനകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് കുറച്ച് വിശ്രമം, വൈകുന്നേരം നടത്തം, രാത്രി വീണ്ടും ധ്യാനവും പ്രാർത്ഥനയും. രാത്രി 10 മണിക്ക് ഉറങ്ങും. ഈ ലളിതമായ ദിനചര്യ അദ്ദേഹത്തിന് വളരെയധികം ഊർജവും ആരോഗ്യവും നൽകി. നമ്മൾക്കും ഇത് പിന്തുടരാം. നമ്മുടെ ദിനചര്യയിൽ അല്പം മാറ്റം വരുത്തിയാൽ നമ്മുടെ ജീവിതം മാറും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ആദ്യം മൊബൈൽ ഫോണിൽ നോക്കരുത്. ആദ്യം ദൈവത്തെ ഓർക്കുക. കുറച്ച് നിശബ്ദതയിലിരിക്കുക. ഇത് നിങ്ങളുടെ ദിവസത്തെ മനോഹരമാക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നോക്കരുത്. പകരം പകലത്തെ നന്മകൾ ഓർമ്മിക്കുക. നന്ദി പറയുക. അപ്പോൾ ഉറക്കം ആഴമുള്ളതാകും. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധരണികളിലേക്ക് കടക്കാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതമാണ്. വിശ്വാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രാർത്ഥന ഏറ്റവും ശക്തമായ മരുന്നാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവിൻ്റെ വാഹനമാണ്. അതിനെ പരിപാലിക്കുക. മറ്റുള്ളവരെ സേവിക്കുക. അതാണ് ദൈവത്തെ സേവിക്കുന്നത്. ഭൂതകാലത്തെ വിട്ടുകൊടുക്കുക. വർത്തമാനത്തിൽ ജീവിക്കുക. ഭാവിയെ വിശ്വസിക്കുക. എല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ശക്തി നിങ്ങളിലുണ്ട്. സ്നേഹമാണ് ഏറ്റവും ഉയർന്ന ശക്തി. ക്ഷമിക്കുക, മാപ്പ് നേടുക, മുന്നോട്ട് പോകുക. ഈ വാക്കുകൾ ഓരോന്നും അമൂല്യമായ രത്നങ്ങൾ പോലെയാണ്. ഇവ ഹൃദയത്തിൽ പതിച്ചാൽ ജീവിതം രൂപാന്തരപ്പെടും. ഇപ്പോൾ ഈ ഉദ്ധരണികൾ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാം? നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അത് നല്ലതാണോ എന്ന് സ്വയം ചോദിക്കുക. ഈ ചിന്ത എന്നെ സഹായിക്കുമോ? ഈ ചിന്ത എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമോ? ഇങ്ങനെ സ്വയം ചോദിച്ചാൽ നെഗറ്റീവ് ചിന്തകൾ യാന്ത്രികമായി കുറയും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പരിഭ്രമിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു, ആദ്യം ശാന്തമാകൂ, ശ്വാസമെടുക്കൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ, എന്നിട്ട് പ്രശ്നത്തെ നേരിടുക. അപ്പോൾ പ്രശ്നം പകുതി വലുപ്പം കുറഞ്ഞതായി തോന്നും. കാരണം ശാന്തമായ മനസ്സിന് പരിഹാരം കാണാൻ കഴിയും. പരിഭ്രമിച്ച മനസ്സിന് ഒന്നും കാണാൻ കഴിയില്ല. ഇതാണ് പ്രായോഗിക ജ്ഞാനം. ഇനി നമുക്ക് മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. മരണം എന്നത് അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മാവ് ശരീരം വിട്ടുപോകുന്നു, പക്ഷെ അത് നശിക്കുന്നില്ല. അത് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് പുനർജന്മം. നമ്മൾ ഈ ജന്മത്തിൽ പഠിക്കാത്ത പാഠങ്ങൾ അടുത്ത ജന്മത്തിൽ പഠിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ജന്മം പൂർണ്ണമായി ഉപയോഗിക്കണം. നല്ലത് ചെയ്യാനുള്ള ഓരോ അവസരവും ഉപയോഗിക്കണം. കാരണം ഈ ജന്മം ഒരു അമൂല്യമായ സമ്മാനമാണ്. മരണഭയം നമ്മളിൽ പലരെയും വേട്ടയാടുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നു, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അതൊരു യാത്ര പോലെയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള മാറ്റം. നമ്മുടെ യഥാർത്ഥ വീട് ആത്മീയ ലോകമാണ്. ഈ ഭൗതിക ലോകം ഒരു താത്കാലിക വസതി മാത്രം.
അതുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ അമിതമായി മുഴുകരുത്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇതാണ് യഥാർത്ഥ ജീവിത വിജയം. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ബോധനങ്ങൾ കേൾക്കാം. സ്വപ്നങ്ങൾ വെറും യാദൃച്ഛികമല്ല. അവ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സന്ദേശങ്ങളാണ്. അവ ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. നമ്മൾ സ്വപ്നങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കണം. ഒരു സ്വപ്ന ഡയറി സൂക്ഷിക്കണം. എല്ലാ രാവിലെയും എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം ഓർത്തെടുത്തെഴുതുക. പിന്നീട് അതിൻ്റെ അർത്ഥം ആലോചിക്കുക. പലപ്പോഴും സ്വപ്നങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ടാകും. പല മഹാന്മാർക്കും സ്വപ്നങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ടുണ്ട്. എഡ്ഗാർ കേസി തന്നെ തൻ്റെ പല വായനകളും സ്വപ്നങ്ങളിൽ നിന്നാണ് നേടിയത്. അതുകൊണ്ട് സ്വപ്നങ്ങളെ ഗൗരവമായി എടുക്കുക. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും ഗൗരവമുള്ളതല്ല. ചിലത് വെറും ഭക്ഷണത്തിൻ്റെ ദഹന സംബന്ധമായ സ്വപ്നങ്ങളാണ്. അവയെ വേർതിരിക്കാൻ പഠിക്കുക. ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങൾ പ്രധാനമാണ്. അവയിൽ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ബോധനം ഏകാന്തത. എല്ലാ ദിവസവും കുറച്ചു സമയം ഏകാന്തതയിൽ ചെലവഴിക്കുക. സ്വയം സംസാരിക്കുക. സ്വയം ചോദിക്കുക, ഞാൻ ആരാണ്? ഞാൻ എവിടെ പോകുന്നു? എൻ്റെ ലക്ഷ്യമെന്താണ്? ഈ ചോദ്യങ്ങൾ നിങ്ങളെ ആത്മീയമായി വളർത്തും. ബാഹ്യലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ഏകാന്തത കണ്ടെത്തുക എന്നത് വെല്ലുവിളിയാണ്. പക്ഷേ അത് സാധ്യമാണ്. നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ വൈകി ഉറങ്ങുക, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് പോകുക. അവിടെ ഏകാന്തത സ്വാഭാവികമാണ്. ഏകാന്തതയിൽ നിന്ന് ശക്തി ലഭിക്കുന്നു. ഇത് മഹാന്മാരുടെ രഹസ്യമാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചുള്ള ബോധനം കേൾക്കാം. ജീവിതത്തിൻ്റെ ലക്ഷ്യം സേവനമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്ന് എപ്പോഴും ചിന്തിക്കുക. ഒരു ചെറിയ പുഞ്ചിരി പോലും ഒരു സേവനമാണ്. ഒരു നല്ല വാക്കുപോലും ഒരു സേവനമാണ്. സഹായത്തിനായി കൈനീട്ടുന്നത് സേവനമാണ്. നിങ്ങൾ സേവിക്കുമ്പോൾ നിങ്ങൾ വലുതാകുന്നു. നിങ്ങളുടെ അഹങ്കാരം കുറയുന്നു. നിങ്ങളുടെ ഹൃദയം വിശാലമാകുന്നു. സേവനമാണ് ഏറ്റവും വലിയ ധ്യാനം. സേവനമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നിഷ്കാമ സേവനം ചെയ്യുക, പ്രതിഫലം പ്രതീക്ഷിക്കാതെ. അപ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഭക്തിയുടെ പാത. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വായനകളിൽ നിന്നുള്ള ചില പ്രത്യേക കഥകൾ കേൾക്കാം. ഒരു യുവതിക്ക് ക്യാൻസർ രോഗമുണ്ടായിരുന്നു. ഡോക്ടർമാർ അവൾക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവൾ എഡ്ഗാർ കേസിയുടെ അടുത്ത് വന്നു. അദ്ദേഹം അവളോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും മാപ്പ് പറയാനുള്ളതുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉടൻ പോയി അമ്മയോട് മാപ്പ് ചോദിക്കുക. അവൾ പോയി ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചു. അമ്മ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ആ ദിവസം മുതൽ അവളുടെ രോഗം മാറാൻ തുടങ്ങി. 6 മാസത്തിനു ശേഷം അവൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഇത് ശാസ്ത്രം വിശദീകരിക്കാത്തൊരു അത്ഭുതമാണ്. പക്ഷേ എഡ്ഗാർ കേസിക്ക് ഇത് അത്ഭുതമായിരുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ദൈനംദിന അനുഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രോഗം മനസ്സിൻ്റെ വിഷമമാണ്. മനസ്സ് ശാന്തമായാൽ ശരീരം സുഖമാകും. ഇത്ര ലളിതം, പക്ഷെ ഇത്ര ആഴമേറിയത്. മറ്റൊരു കഥ. ഒരു വ്യാപാരിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവൻ വായ്പയിൽ മുങ്ങിക്കിടന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. എഡ്ഗാർ കേസി പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം ചെയ്യാൻ കഴിയുമോ? അവൻ പറഞ്ഞു, എനിക്കൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ഒരു പുതപ്പെങ്കിലും ഉണ്ടാകും. അവൻ പറഞ്ഞു, ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ പുതപ്പ് ആർക്കെങ്കിലും ദാനം ചെയ്യുക. അവൻ അങ്ങനെ ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവനൊരു ജോലി ലഭിച്ചു. പതുക്കെ അവൻ്റെ കടം വീട്ടാൻ തുടങ്ങി. ഇതെങ്ങനെ സാധിച്ചു? കൊടുക്കുന്ന മനസ്സ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അവന് ആശീർവാദം നൽകി. ഇതാണ് ദാനധർമ്മത്തിൻ്റെ ശക്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാൻ വളരെ കുറച്ചേ ഉള്ളുവെങ്കിൽ പോലും കൊടുക്കുക. കാരണം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു. ആ തുറന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്നു. ഇത് ആത്മീയ നിയമമാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗഹനമായ ബോധനമായ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിലേക്ക് കടക്കാം. ദൈവം ആരാണ്? അദ്ദേഹം പറയുന്നു, ദൈവം സർവ്വവ്യാപിയാണ്. അവൻ എല്ലായിടത്തുമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ വസ്തുക്കളിലും, നിങ്ങളുടെ ഉള്ളിലും പുറത്തും. ദൈവം പിതാവാണ്. ദൈവം മാതാവാണ്. ദൈവം സുഹൃത്താണ്. ദൈവം പ്രണയമാണ്. ദൈവത്തെ അറിയാൻ നിങ്ങളൊരു പുസ്തകവും വായിക്കേണ്ടതില്ല. ഒരു പള്ളിയിലോ ക്ഷേത്രത്തിലോ പോകേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയം തുറക്കുക, സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ അനുഭവിക്കും. ദൈവവുമായി ലയിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിനായി നിങ്ങൾ സന്യാസിയാകേണ്ടതില്ല. നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ജീവിക്കാം. കുടുംബത്തെ സ്നേഹിക്കാം. ജോലി ചെയ്യാം. പക്ഷെ ദൈവത്തെ ഓർക്കുക. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിനായി സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു ആരാധനയായി മാറും. ഇതാണ് കർമ്മയോഗം. ഇതാണ് ഭക്തിയോഗം. ഇതാണ് ജ്ഞാനയോഗം. ഇതെല്ലാം ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ബോധനങ്ങൾ സമഗ്രമാണ്. അവ എല്ലാ മതങ്ങളുടെയും സാരമാണ്. അവ എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും കാതലാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിലേക്ക് നയിക്കുന്നു. വ്യത്യസ്ത വഴികൾ മാത്രം.
ആരും ആരെക്കാളും ശ്രേഷ്ഠനല്ല, എല്ലാവരും തുല്യരാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ മതപരമായ കലഹങ്ങളില്ലാതാകും, സമാധാനം വരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലോകസമാധാന സന്ദേശം. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ധ്യാന രീതികൾ കൂടുതൽ വിശദമായി പഠിക്കാം. ആദ്യ രീതി ശ്വാസോച്ഛ്വാസധ്യാനം. കുശലമായ ഇരിപ്പിലിരുന്നു കണ്ണടച്ച് ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഓം എന്ന മന്ത്രം മനസ്സിൽ ഉച്ചരിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശാന്തി എന്നുച്ചരിക്കുക. ഇത് 10 തവണ ചെയ്യുക. രണ്ടാം രീതി പ്രകാശധ്യാനം. ഹൃദയത്തിലൊരു പ്രകാശം സങ്കല്പിക്കുക. ആ പ്രകാശം ക്രമേണ വലുതാകുന്നു, നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നു, ശരീരത്തിന് പുറത്തും വ്യാപിക്കുന്നു. മുറി മുഴുവൻ പ്രകാശം, പിന്നീട് വീട് മുഴുവൻ, പിന്നീട് ഗ്രാമം മുഴുവൻ. ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമാകും, സമാധാനം അനുഭവപ്പെടും. മൂന്നാം രീതി നാമജപം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ നാമം, രാമ, കൃഷ്ണ, അല്ലാഹു, യേശു, ഏതും, അത് മന്ത്രം പോലെ ആവർത്തിക്കുക. മനസ്സലയുമ്പോൾ വീണ്ടും നാമത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ഇവ 3 രീതികൾ. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തു ദിവസവും പരിശീലിക്കുക. ഫലം തീർച്ചയായും കാണും. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഈ ധ്യാനത്തെ ജീവിതത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 5 മിനിറ്റ്, ആകെ 15 മിനിറ്റ്. ഇത്ര കുറച്ച് സമയം, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യുക, പക്ഷെ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വേണം. ഇത് നിരന്തരമായി ചെയ്താൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടും. നിങ്ങളുടെ രോഗങ്ങൾ കുറയും, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം അനുഭവപ്പെടും. ഇത് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ധ്യാനം മസ്തിഷ്കത്തെ നല്ല രീതിയിൽ പുനഃസജ്ജമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ എഡ്ഗാർ കേസി ഇത് ആത്മീയമായും വിശദീകരിക്കുന്നു. ധ്യാനം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥ പ്രയോജനം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ വായനകളിൽ നിന്നുള്ള ചില പ്രത്യേക ഉദ്ധരണികൾ കൂടുതൽ വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖപ്പെടുത്തും എന്നത് യേശുവിൻ്റെ വാചകമാണ്. എഡ്ഗാർ കേസി അത് പലപ്പോഴും ആവർത്തിച്ചു. വിശ്വാസം എങ്ങനെ സുഖപ്പെടുത്തും? ശാസ്ത്രം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് വേദന സഹിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം സമ്മർദ്ദ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് രോഗം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന് ശക്തിയുണ്ട്. എഡ്ഗാർ കേസി ഇത് ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നിങ്ങൾക്ക് ആത്മീയ ഊർജം നൽകുന്നു. ആ ഊർജം നിങ്ങളുടെ കോശങ്ങളിൽ പ്രവർത്തിച്ച് അവയെ സുഖപ്പെടുത്തുന്നു. ഇത് അതിശയകരമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ മരുന്ന് എന്ന വാചകം. പ്രാർത്ഥന എങ്ങനെ മരുന്നാകും? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. ശാന്തമായ മനസ്സ് ശരീരത്തെ ശാന്തമാക്കുന്നു. അത് രോഗപ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നു. കൂടാതെ പ്രാർത്ഥന ദൈവത്തെ ബന്ധിപ്പിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന് രോഗശാന്തി ശക്തിയുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബോധനങ്ങൾ എത്രത്തോളം സമഗ്രമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അവ ആത്മീയവും ശാസ്ത്രീയവുമാണ്, പുരാതനവും ആധുനികവുമാണ്, ലളിതവും ആഴവുമാണ്. അവ എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുമുള്ളവർക്കും, എല്ലാ പശ്ചാത്തലത്തിലുമുള്ളവർക്കും അനുയോജ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു പുതിയ മതമല്ല, പുതിയ ഒരു ജീവിത രീതിയാണ്. സ്നേഹം, വിശ്വാസം, സേവനം, ധ്യാനം, ഇവയാണ് കാതൽ. ഇവ പിന്തുടരുന്നവർക്ക് ഈ ജന്മത്തിൽ സമാധാനവും സന്തോഷവും മാത്രമല്ല, അടുത്ത ജന്മത്തിലും മോക്ഷം ലഭിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ്. ഇത് ശാശ്വതമായ സത്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ ബോധനങ്ങൾ എങ്ങനെ ആരംഭിക്കാം? ആദ്യപടി, ഒരു ചെറിയ പുസ്തകം വാങ്ങുക. നിങ്ങളുടെ ചിന്തകൾ എഴുതുക. ദിവസവും എന്തു തോന്നുന്നു, എന്തു പ്രശ്നങ്ങൾ, എന്തു പരിഹാരങ്ങൾ, ഇത് ഡയറി സൂക്ഷിക്കുക. രണ്ടാം പടി, ഒരു ചെറിയ സ്ഥലം നിശബ്ദതയ്ക്കായി നീക്കിവെക്കുക. അതൊരു മുറിയോ ബാൽക്കണിയോ ആകാം. അവിടെ ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. മൂന്നാം പടി, എല്ലാ ദിവസവും ഒരേ സമയത്ത് ധ്യാനിക്കാൻ ശ്രമിക്കുക. രാവിലെ 6 മണി. ഇതൊരു ശീലമാക്കുക. നാലാം പടി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായനകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക. അഞ്ചാം പടി, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ആത്മീയ കൂട്ടായ്മയിൽ ചേരുക. അവിടെ സമാന ചിന്താഗതിക്കാരായ ആളുകളുണ്ടാകും. അവരോടൊപ്പം പഠിക്കുക, ചർച്ച ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രക്രിയയെ വേഗത്തിലാക്കും. ഇവ 5 ലളിതമായ പടികൾ. ഇവ പിന്തുടരുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും. ഇത് എഡ്ഗാർ കേസിയുടെ പാതയാണ്. ഇത് സത്യത്തിൻ്റെ പാതയാണ്. ഇത് പ്രകാശത്തിൻ്റെ പാതയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായി പോകാം.
അദ്ദേഹത്തിൻ്റെ വായനകളിൽ നിന്നുള്ള ചില പ്രത്യേക വിഷയങ്ങൾ, അറ്റ്ലാന്റിസ്, ഈജിപ്ഷ്യൻ നാഗരികത, യേശുവിൻ്റെ ബാല്യം, ഇവയെക്കുറിച്ച് അദ്ദേഹം രസകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം പ്രായോഗിക ജീവിതത്തിനുള്ള ബോധനങ്ങളാണ്. അതിനാൽ നമുക്ക് ആ വിഷയങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാം. എന്നാൽ ഒരു കാര്യം, അറ്റ്ലാന്റിസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ നാഗരികതയേക്കാൾ ഉന്നതമായിരുന്നു. അവർക്ക് ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് ഉപയോഗിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ അവരുടെ അഹങ്കാരം അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി. ഇത് നമുക്കൊരു പാഠമാണ്. അഹങ്കാരം ഒഴിവാക്കുക, വിനയം പാലിക്കുക, അതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈജിപ്തിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഒരു മഹാനായ വൈദികനായിരുന്നു അദ്ദേഹം. അദ്ദേഹം രോഗികളെ സുഖപ്പെടുത്തുന്ന രീതികൾ പഠിപ്പിച്ചു. ആ രീതികൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, യേശു വെറും ചരിത്രപുരുഷനല്ല, അദ്ദേഹം ഒരു ആത്മീയ മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുണയും അനുകരണീയമാണ്. ഇവയെല്ലാം എഡ്ഗാർ കേസിയുടെ വായനകളിൽ നിന്നുള്ള രസകരമായ വിവരങ്ങളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ഉപദേശങ്ങളാണ്. അവ ഇതാ: ദിവസവും ഒരു നല്ല പുസ്തകം വായിക്കുക, ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക, ദിവസവും ഒരാൾക്ക് സഹായം ചെയ്യുക, ദിവസവും ദൈവത്തിന് നന്ദി പറയുക, ദിവസവും കുറച്ച് സമയം നിശബ്ദതയിലിരിക്കുക. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളൊരു ആത്മീയ ജീവിതം നയിക്കും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കും. ഇതാണ് എഡ്ഗാർ കേസിയുടെ സന്ദേശം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം. അദ്ദേഹം 1945 അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ലോകമെമ്പാടും ആളുകൾ അദ്ദേഹത്തിൻ്റെ ബോധനങ്ങൾ പിന്തുടരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ശക്തി കാണിക്കുന്നു. ഈ ബോധനങ്ങൾ നിങ്ങളും പിന്തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക, സമാധാനം കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. അതാണ് എൻ്റെ ആശംസ. അതാണ് എഡ്ഗാർ കേസിയുടെ ആശംസ. ഇപ്പോൾ ഈ വലിയ ലേഖനം അവസാനിപ്പിക്കുന്നു. പക്ഷെ ഓർക്കുക, വായന മാത്രം പോരാ, പ്രാവർത്തികമാക്കുക. അപ്പോൾ മാത്രമേ ഫലം ലഭിക്കൂ. എഡ്ഗാർ കേസി പറഞ്ഞു, ജ്ഞാനമെന്നത് പ്രവൃത്തിയിലാണ്, വെറും വാക്കുകളിലല്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുക. ഒരു ചെറിയ ധ്യാനത്തിലൂടെ, ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ, ഒരു ചെറിയ നന്ദിയിലൂടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതം മാറും. അത് മാറുമ്പോൾ നിങ്ങൾക്ക് ഈ ബോധനങ്ങളുടെ സത്യം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എഡ്ഗാർ കേസിയോട് നന്ദിയുള്ളവരാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടെന്നു പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ഞാൻ വീണ്ടും വിശദീകരിക്കാം. പക്ഷെ പ്രധാനം ആരംഭിക്കുക എന്നതാണ്. ഇനി ഈ ലേഖനം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം, സ്നേഹം, സന്തോഷം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവരും ഒന്ന്. ഇതാണ് എഡ്ഗാർ കേസിയുടെ അന്തിമ സന്ദേശം.